Indian Voice proudly presents Alpha Band Music presents എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിജോഷ് കൈരളി. റെക്കോർഡുകൾ എന്നും തകർക്കപ്പെടാനുള്ളത് തന്നെയാണ്. പല റെക്കോർഡുകളും പഴങ്കഥകളായി മാറുന്നത് നമ്മൾ പലപ്പോഴായി കാണാറുമുണ്ട്. ഇവിടെ പഠിപ്പിച്ച ഗുരുനാഥന്റെ തന്നെ റെക്കോർഡ് ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് തകർത്ത ഒരു കൊച്ചുമിടുക്കന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏബൽ ബിനുവിനെ കുറിച്ചും ആൽഫ മ്യൂസിക് ബാൻഡിനെ കുറിച്ചും ആ കൊച്ചുമിടുക്കനെ സപ്പോർട്ട് ചെയ്ത നാട്ടുകാരെയും സുഹൃത്തുക്കളുടെയൊക്കെ വിശേഷങ്ങളാണ് നാം ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഏബൽ ബിനുവിന്റെയും ആൽഫ മ്യൂസിക് ബാൻഡിന്റെയും വിശേഷങ്ങളിലേക്ക്. എൻ്റെ പേര് ഏബൽ ബിനു. ഞാൻ 7ാം GTS സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ആൽഫ ബാൻഡ് സെറ്റ് ടീമിൽ 3 മാസമായി ഞാൻ ട്രംപറ്റ് ഉപകരണം പഠിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അതിൽ എനിക്ക് സപ്പോർട്ട് ചെയ്ത ടീം മെമ്പേഴ്സ്, ആശാൻ, പിന്നെ എൻ്റെ വീട്ടുകാരെ, സ്കൂളിലുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ നിന്നും ദുബായിൽ നിന്നും എല്ലാം എന്നെ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം ഞാൻ നന്ദി പറഞ്ഞു പോകുന്നു. പിന്നെ എനിക്ക് സ്കൂളിൽ എൻ്റെ ഒരു അധ്യാപകൻ എനിക്ക് ഒരു ഗിഫ്റ്റ് തരികയുണ്ടായ വീഡിയോ ആണ്. ഈ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ പ്രൊജക്ടർ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അവരുടെ സപ്പോർട്ട്, ടീച്ചർമാരുടെ, സ്കൂളിലെ സാറിൻ്റെ എല്ലാം സപ്പോർട്ട് എനിക്ക് ഉണ്ടായി. പിന്നെ എന്നെ ഇത്തരം പഠിപ്പിച്ചെടുത്ത എൻ്റെ ആശാന്മാർക്ക്, ഷാജി ആശാനും സജി ആശാനും ഞാൻ എൻ്റെ ടീമിൻ്റെ ഞാൻ നന്ദി പറഞ്ഞു കൊടുക്കുന്നു. ഈ ഒരു വീഡിയോ ഇതോടെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് സ്കൂളിൽ നിന്നൊരു ഉപകാരം ലഭിക്കുകയുണ്ടായി. അതെനിക്കൊരു വലിയൊരു അനുഗ്രഹമായി തീർന്നു. ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് THS പാമ്പാടി. എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ്, അധ്യാപകർക്കും സാർമാർക്കും എൻ്റെ കൂട്ടുകാർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇതൊന്നും വായിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ല. ക്ലാസ്സിന് വന്ന ശേഷമാണ് ഇതെല്ലാം പഠിക്കാൻ പറ്റുമെന്ന് മനസ്സിലായത്. ഇങ്ങനൊരു ബാൻഡ് അല്ലെങ്കിൽ ഒരു ബാൻഡ് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾ ഇവിടെയുള്ള കുറച്ച് സഹോദരന്മാരുടെ ഹൃദയത്തിൽ ഇങ്ങനൊരു ആഗ്രഹം മാത്രമായിട്ട് വർഷങ്ങളായി കിടക്കുന്നതാണ്. എന്നാൽ ഞങ്ങൾക്ക് അതിലേക്ക് ഒന്ന് എത്തിപ്പെടുവാൻ ഉള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായില്ല. എന്നാൽ കഴിഞ്ഞ ഒരു 3-4 മാസത്തിന് പിറകിലായി ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുകയും അത് ഞങ്ങളുടെ ഇവിടെയുള്ള ഞങ്ങളുടെ ഒരു സഹോദര തുല്യം ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഒരു ചേട്ടായിയോട് പറയുകയും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട് എന്ന് അറിയിച്ചപ്പോൾ ഷാജി ആശാനുമായി ബന്ധപ്പെട്ട് ഈ ക്ലാസ്സുകൾ ഇവിടെ ആരംഭിക്കുന്നതിനും ആശാനെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിനുമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത്, അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത് മറ്റാരുമല്ല, ആ വീഡിയോയിലൂടെ ആ പാട്ട് വായിച്ച ഏബൽ ബിനു എന്ന് പറയുന്ന ആ കുഞ്ഞരിജന്റെ അവന്റെ പിതാവാണ്. ഇതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ ആദ്യ നടപടിക്രമങ്ങളിലേക്ക് ഞങ്ങൾക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നതും വിശേഷാൽ പ്രിയ ബിനുചേട്ടായോടും പ്രത്യേകമായ നന്ദി ആൽഫ ബാൻഡിന്റെ പേരിൽ അറിയിച്ചു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്കൊരു സ്റ്റേജിൽ ഒറ്റയ്ക്ക് ഒരു ഫ്യൂഷൻ ചെയ്യണമെന്നായിരുന്നു. ട്രംപറ്റ് ഉപകരണത്തിൽ എനിക്കൊരു ഫ്യൂഷൻ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിനെ എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും എനിക്കൊരു സപ്പോർട്ട് ചെയ്യണം. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞങ്ങൾ വാട്സപ്പ് നമ്പർ കൊടുക്കുക, ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ ഈ എടുത്ത വീഡിയോ വൈറലായതിനു ശേഷം ഒത്തിരി പേരെ തന്നെ വിളിച്ചു, സുഹൃത്തുക്കളും ബാൻഡുകളിലും ഉള്ളവർ തന്നെ വിളിച്ചു. അപ്പോൾ ഏബലിന്റെ അടുത്ത ഭാവി പരിപാടി എന്താണെന്ന് പറഞ്ഞു തന്നത് ചോദിക്കാനുണ്ട്. ഞാനിപ്പോ ഏബലിനെ നേരിട്ട് കണ്ടപ്പോൾ ഒരു കാര്യം പറയുന്നത് ആഗ്രഹം ചോദിച്ചപ്പോൾ വേദികളിൽ ഒറ്റയ്ക്ക് വായിക്കണം, അതന്നെ ആയിരിക്കും എല്ലാവരും ആഗ്രഹം. പിന്നെ അതുപോലെ ഞങ്ങൾക്കൊരു ടീമുണ്ട്, ഹോളി ട്രംപറ്റ് എന്ന് പറഞ്ഞ ടീമുണ്ട്. ആ ടീമിന്റെ വേദികളിലും ഞങ്ങൾ പങ്കെടുക്കുന്ന റെക്കോർഡിങ്ങും സ്റ്റുഡിയോയിൽ വർക്കുകളും ഇതുപോലുള്ള സോളോ പെർഫോം ചെയ്യാൻ പറ്റുന്ന വേദികളിൽ ഇനി മുതൽ ഏബൽ ബിനുവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഏബൽ ബിനുവിന് വേണ്ടി ഞങ്ങളുടെ ഹോളി ട്രംപറ്റ് ടീമിന്റെ AC ഇന്ന് കൈമാറ്റം ചെയ്യാം.
എൻ്റെ പേര് അജേഷ് കെ പി എന്നാണ്. ഞാൻ ഈ ആൽഫ ബാൻഡ് സെറ്റിന്റെ തൊട്ട് സമീപവാസിയാണ്. എൻ്റെ ഒരു സഹോദരന്റെ മകൻ കൂടിയാണ് ഈ ഏബൽ ദിനു. അവൻ കഴിഞ്ഞ ദിവസം ഒരു ട്രംപറ്റ് വായിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ കാണുകയുണ്ടായി. വളരെ മനോഹരമായിട്ട് അവനത് അതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. അവൻ്റെ ആശാനും കീഴൂർ സ്വദേശിയായ ഷാജി സാറാണ് അവരെ ഇത് അഭ്യസിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാസ് ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും നല്ല രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ മനോഹരമായി എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ആൽഫ ബാൻഡ് സെറ്റ് ഇവിടെ തുടങ്ങിയിട്ട് 3 മാസം ആയതേ ഉള്ളൂ. ഇവിടെ എല്ലാ ഉപകരണങ്ങളും പഠിക്കുന്ന പിള്ളേര് നല്ല രീതിയിൽ തന്നെ അതിന്റെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്നു. അതിന് അവർക്ക് നല്ല രാശാനെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ ഞങ്ങൾ ഈ ദേശനിവാസികളെല്ലാം വളരെ സംതൃപ്തരാണ്. അവരുടെ അച്ചടക്കം ആണ് ഇതിന്റെ മെയിൻ ഇത്. അവരുടെ വന്ന് പോകുന്നതും വരുന്നതും എല്ലാം അവർ വളരെ സൈലന്റ് ആയിട്ട് അവർ വന്ന് അവരുടെ പഠിത്തം പൂർത്തിയാക്കുന്നു. അവർ തുടർന്ന ദിവസങ്ങളിൽ ബാക്കി ദിവസങ്ങളിൽ വന്ന് അത് പ്രാക്ടീസ് ചെയ്യുന്നു. നല്ല രീതിയിൽ തന്നെ അവരുടെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും അവർ കൈകാര്യം ചെയ്യുന്നവർ നല്ല രീതിയിൽ തന്നെ അതിന്റെ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ഞങ്ങളുടെ സമീപവാസികളായ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമാണ് ആ കാര്യത്തിൽ. അതിന് എല്ലാവിധ ആശംസകളും ഈ ദേശനിവാസി എന്ന നിലയിൽ തന്നെ ഞാൻ ഈ ട്രൂപ്പിന് അതിന്റെ എല്ലാ ആശംസകളും നേർന്നു. എൻ്റെ പേര് അനീഷ്, സ്ഥലം വാഴൂരാണ്. ഞാൻ 3 മാസമായിട്ട് ആൽഫ മ്യൂസിക് ബാൻഡ് പള്ളിക്കത്തോട്ടിൽ സൈഡ്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് അമൽ, എൻ്റെ വീടും വാഴൂരാണ്. ഞാൻ 3 മാസമായിട്ട് സൈഡ്രം പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് അഭിനേഷ്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 3 മാസമായിട്ട് ആൽഫ ബാൻഡ് സെറ്റ് സൈഡ്രം എന്ന ഉപകരണം പഠിക്കുന്നു. എൻ്റെ പേര് രാജേഷ്, ഞാൻ ഈ ദേശവാസിയാണ്. പള്ളിക്കത്തോട് പഞ്ചായത്തിൽ ആണ് ഞാൻ താമസിക്കുന്നത്. 3 മാസമായി ഇവിടെ നടക്കുന്ന ഈ ആൽഫ ബാൻഡ് സെറ്റിൽ ഞാൻ കടന്നു വരികയും എല്ലാ ക്ലാസ്സുകളും കാണുകയും പ്രിയ ഷാജി സാറിനെയും ഇവിടെയുള്ള സഹോദരങ്ങളെല്ലാം ഞാൻ ബാൻഡ് സെറ്റ് കാണാറുണ്ട്. എൻ്റെ സഹോദരൻ്റെ മകനാണ് ഇത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തത് വൈറലായി. എല്ലാ ആൽഫ ബാൻഡ് സെറ്റിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്. എൻ്റെ പേര് ആൽബിൻ അനീഷ്, ഞാൻ പഠിക്കുന്ന ഉപകരണം ഹൈഡ്രം. എൻ്റെ സ്ഥലം പള്ളിക്കത്തോട്. ഞങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 20 സഹോദരങ്ങളാണ്. എന്നാൽ പുതിയതായി ചില സഹോദരങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് ഞായറാഴ്ച 4 മണി മുതൽ 6 മണി വരെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. അല്ലാതെ പഠിക്കുന്നവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് 3 മാസക്കാലമായി പഠിച്ചുകൊണ്ട് തുടർമാനമായി പഠിച്ചു വരുന്നവർക്ക് 6 മണി മുതൽ 9 മണി വരെയാണ് ക്ലാസ്. പുതുതായി പഠിക്കുന്നവർക്ക് 4 മുതൽ 6 വരെ ഗുരുക്കന്മാർ വന്ന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതുതായി പഠിക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരുവാനും പഠിക്കുവാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകും. ഫോൺ നമ്പർ, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഈ വീഡിയോയിൽ തരുന്നതായിരിക്കും. ഞാൻ അവൻ്റെ അപ്പാപ്പനാണ്. ഞാൻ ന്യൂവേഴ്സിലാണ് വായിക്കുന്നത്. ബൈക്ക് കണ്ടപ്പോൾ ഞാൻ ഇന്നലെ കണ്ടത് എനിക്കും ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.
ഈ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 3 മാസമായി. 3 മാസത്തിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഇവിടെ പഠിക്കുന്ന ഏബൽ ബിന്നും ഒരു പാട്ട് വായിച്ച് അത് വൈറലായി. ഇതിന്റെ ഈ വീഡിയോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് തന്നെ ഇപ്പോൾ 10 ലക്ഷം മേളിൽ ആകുന്ന രീതിയിലായി. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമന്റ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ. അപ്പൊ ആശാന്റെ റെക്കോർഡ് പൊട്ടിച്ച ഒരു ശിശു എന്ന നിലയിൽ ഞാൻ ഏബൽ ബിന്നുവിനെ നിങ്ങളുടെ പേരിൽ എല്ലാവരും പേരിൽ അഭിനന്ദിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും പേര് ഇവിടെ പഠിക്കുന്നുണ്ട്, നമ്മളിവിടെ എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏബൽ ബിന്ന് ചെയ്ത പോലെ തന്നെ എല്ലാവർക്കും ഇതിനകത്ത് ചെയ്യാനുള്ള ശേഷി ഉണ്ടാവും. അതായത് നമ്മൾ ആ ശേഷി നമ്മൾ പ്രയോഗിക്കണം. അതിന് നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മളെല്ലാവരും അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യണം. അതായത് ഇപ്പം ചെയ്യുന്നില്ലെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഏബൽ ബിന്ന് എന്ന ഒരു പയ്യൻ, അതായത് ഇപ്പോൾ 12 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, ഈ ഒരു പ്രായത്തിലിറങ്ങി ഇതേപോലെ ഒരു ജോലി ചെയ്യാൻ സാധിച്ചെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതിനേക്കാളും ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശേഷിയുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടീസാണ് അതിൻ്റെ പ്രധാനമായിട്ട്. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ കണ്ടപ്പോൾ എല്ലാവരും തന്നെ ഇത് കമന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട്, ബാക്കിയുള്ളവർ എല്ലാവർക്കും കൊടുത്ത സപ്പോർട്ട്, എല്ലാവരും ഏബലിന് കൊടുത്ത അതേ സപ്പോർട്ട് തന്നെ പഠിത്ത കാര്യങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ആ സപ്പോർട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പരമാവധി യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു നല്ല അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ട് മാറും. അതായത് നമ്മുടെ പേരിൽ വേണം ഈ നാടറിയപ്പെടാൻ. അതായത് ദൈവം ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് വിടുമ്പോഴത്തേന് നമുക്ക് അവരെ ഈ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും തരാണ്ട് ദൈവം ഒരുത്തന്നെ ഭൂമിയിൽ ചിന്തിച്ചില്ല. അത് എന്തെങ്കിലും ഒരു കഴിവ് നമുക്ക് നൽകിയിട്ടുണ്ട്, ദൈവം തന്നിട്ടുണ്ട്. ആ കഴിവ് എന്താണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരു കലാകാരനും കായികതാരനൊക്കെ ആയിട്ട് മാറുന്നത്. നമ്മളിലുള്ള കഴിവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്. അത് തിരിച്ചറിയാതെ നമ്മളെ അങ്ങും ഓടി വന്നിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പാട്ട് പഠിക്കുന്നവരും പാട്ട് വായിക്കുന്നവരും എല്ലാവരും ഇപ്പോൾ സോളോ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി വേണം കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ. അതായത് നമുക്ക് ബാൻഡിൽ വായിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഒരു 30 പേര് അല്ലെങ്കിൽ 25 പേര് അവരെ കിടക്കുന്ന ഒരാളൊരു ഉപകരണം വായിക്കുന്ന ഒരു വലിയ കാര്യമില്ല. കാരണം നമുക്ക് അത് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു ഇൻഡിവിജ്വൽ അത് സോളോ ആയിട്ട് പെർഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആരെക്കൊണ്ട് സാധിക്കത്തില്ല. അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഠിന പ്രയത്നം ചെയ്തെങ്കിൽ മാത്രമേ അത് നമുക്ക് അതിജീവിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നിലവിൽ നമ്മളിപ്പോൾ ഈ ടീമിന് കൊടുക്കുന്നുണ്ട്. പഠിക്കാനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള സൗകര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പഠിത്തം കഴിഞ്ഞാൽ നമ്മളിവിടെ ട്രാക്കിട്ട് ആ ട്രാക്കിൻ്റെ കൂടെ പാട്ട് വായിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ വരെയുള്ള നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയായിട്ട് പഠിക്കാൻ വരുന്നവർക്കും ഇപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒരു സോളോ പെർഫോമൻസിനുള്ള ഒരു കഴിവ് ശേഷി ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അവൻ്റെ ആർട്ടിസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അതായത് നമ്മൾ ടീമിൽ കളിക്കുന്ന വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു 10 പേര് 15 പേര് ഇടയ്ക്കുന്ന വായിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് വായിച്ചിട്ടുള്ളതാണ്. ഒരു സ്റ്റേജിൽ കയറി അതായത് മൈക്രോഫോണിന് മുമ്പിൽ നിന്ന് വായിക്കാനുള്ള ശേഷി നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ല. നമ്മള് ഈ ടീമിന്റെ ഇത് തുടങ്ങിയിട്ട് തന്നെ 3 മാസത്തോളം ആയിട്ടുള്ളൂ. എങ്കിൽ തന്നെ ഇതിലെ കലാകാരന്മാരും അതായത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഇപ്പൊ എല്ലാം നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു ഒത്തൊരുമയോട് കൂടി ഒരു കുടുംബം പോലെയാണ് നമ്മളിപ്പം ഇവിടെ പഠനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആശാന്മാര് ഉണ്ട് നമുക്ക്. അപ്പൊ അവരുടെ ശിക്ഷണത്തിൽ തന്നെ ഇപ്പൊ ഒരു 3 മാസം കൊണ്ട് തന്നെ നമ്മളിപ്പം കൊല്ലുകാര് അതുപോലെ മേളം കെയർ ചെയ്യുന്നവരെല്ലാം തന്നെ നല്ല രീതിയിലൊരു പാട്ട് വായിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് തന്നെ ആദ്യം ആശാന് നന്ദി പറയുന്നു.
ഞാൻ പഠിക്കുന്ന ഉപകരണം സൈഡ്രമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു സംഭവം അല്ല ഇത്. അപ്പോൾ ഇപ്പോൾ വീഡിയോ ഒക്കെ റീലൊക്കെ കാണുമ്പോഴത്തേനും എല്ലാവരും ഓർക്കും നല്ല ഇത് വിട്ട് തുള്ളാൻ ഭയങ്കര രസമാതൊക്കെ ഓർക്കും. പക്ഷേ നമ്മൾ അതിനോട് കൂടുതൽ അടുക്കുമ്പോഴാണ് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയുന്നത്. അങ്ങനെ ഒരു ഉപകരണമാണ്. എല്ലാം തന്നെ സൈഡർ മാത്രമല്ല, എല്ലാം തന്നെ നല്ല അത്യാവശ്യം നല്ല പാടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് പഠിക്കുക എന്നുള്ളതാണ്. പഠിച്ചാലും തീരെയല്ലെന്നാണ് ആശാൻ പറഞ്ഞത്. അപ്പോൾ എത്രത്തോളം പഠിക്കാവോ അത്രത്തോളം പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ആശാന് ഒരു നന്ദി പറയുന്നു. ഇങ്ങനൊരു അവസരം ഇവിടെ ഉണ്ടാക്കി തന്ന നമ്മുടെ ടീമിനോടും നന്ദി പറയുന്നു. ഞങ്ങൾ 3 മാസമായുള്ളൂ ഈ ക്ലാസ് ഇവിടെ ആരംഭിച്ചിട്ട്. ആദ്യ സമയത്തൊക്കെ ഇവിടെ ഞങ്ങൾ ഈ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ ഈ സമീപ പ്രദേശങ്ങളിലുള്ളവരൊക്കെ ഞങ്ങൾ കാണുമ്പോഴൊക്കെ പറയായിരുന്നു, നിങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ഈ ഒച്ചയും ചെറിയ ചെറിയ ഒച്ചകളും ബഹളങ്ങളും മാത്രമേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ അവരിൽ നിന്ന് ആദ്യം ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്. അതിനുശേഷം ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞ ആ വ്യക്തികൾ തന്നെ ഞങ്ങളോട് പറയാനിടയായി, ചില പാട്ടുകളുടെ വരികളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞങ്ങളോട് പറയുവാനിടയായി. അപ്പോൾ ഞങ്ങൾ ഇത്രത്തോളം എത്തുവാനിടയായത് അല്ലെങ്കിൽ ഇത്രയുമെങ്കിലും ഞങ്ങൾ ആകുവാൻ ഉള്ളതിന്റെ കാരണം ഞങ്ങളുടെ ഗുരുക്കന്മാരാണ്. പ്രത്യേകാൽ ഞങ്ങളുടെ ഗുരു ആയ ഷാജി കീഴൂർ ആശാനും അതുപോലെ തന്നെ സജി ആശാനും ഞങ്ങളെല്ലാ ഞങ്ങളുടെ ബാൻഡിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇത് മുമ്പ് സൈഡ്രം വായിക്കുന്ന സഹോദരൻ പറഞ്ഞതുപോലെ നമുക്കിത് പുറത്തുനിന്ന് കാണുമ്പോൾ ഇത് വായിക്കുവാനോ അല്ലെങ്കിൽ ഇത് പഠിക്കുവാനൊക്കെ വളരെ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ള ഉപകരണങ്ങളാണ് എല്ലാം തന്നെ. പക്ഷേ നമുക്കൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ എന്നും കഠിനാധ്വാനം ചെയ്യുവാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇതിന്റെ പാഠങ്ങൾ പഠിക്കുവാൻ, സ്വരങ്ങൾ പഠിക്കുവാനും പാട്ടുകളായി അതിനെ നമുക്ക് വായിച്ചെടുക്കുവാനും ഒക്കെ സാധിക്കും. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ കുഞ്ഞനിയന്റെ വീഡിയോ. അത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഇതിനു മുമ്പും ഈ വീഡിയോയെ പറ്റി പറഞ്ഞതാണ്. കേവലം 3 മാസത്തെ പഠനം കൊണ്ടാണ് ആ സഹോദരൻ, ആ പൈതൽ, അവൻ ആ ഒരു പാട്ട് വായിക്കുവാനിടയായി തീർന്നപ്പോൾ ഡെയിലിയുള്ള പ്രാക്ടീസ്, കഠിനാധ്വാനം, അതുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഉപകരണങ്ങൾ ഏതും തന്നെ നമ്മുടെ കൈവശപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അതിനെ നമുക്ക് പഠിച്ചെടുക്കുവാൻ, ഉപയോഗപ്പെടുത്തുവാൻ, മറ്റുള്ളവർക്ക് അവരുടെ കർമ്മങ്ങൾക്ക് അത് മനോഹരിതമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ പുതുതായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കടന്നു വരുവാനും പഠിക്കുവാനും ഒക്കെ ഉള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ആൽഫ ബാൻഡ് പള്ളിക്കത്തോട് നിങ്ങളെ എല്ലാവരെയും പഠിക്കുവാൻ താല്പര്യമുള്ള എല്ലാ സഹോദരങ്ങളെയും അതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുക. എൻ്റെ പേര് റോബിൻ മാത്യു. ഞാൻ പള്ളിക്കത്തോടാണ് താമസിക്കുന്നത്. ഞങ്ങൾ ആൽഫ ബാൻഡ് സെറ്റിന്റെ ഞാൻ തകില് പ്രാക്ടീസ് ചെയ്തുകൊണ്ട്. എൻ്റെ പേര് ടൈറ്റസ് ജോൺ. ഞാൻ കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ ആൽഫ ബാൻഡിൽ ഓട്ടോഡോം പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് ജോജോ വർഗീസ്. ഞാൻ കോട്ടയം പള്ളിക്കത്തോട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. 3 മാസമായി ആൽഫ ബാൻഡ് സെറ്റിൽ റംപറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് നിശായൻ. ഞാൻ പള്ളിക്കത്തോട് ആൽഫ ബാൻഡ് സെറ്റിൽ ബേസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് ജിബിൻ. ഞാൻ കോട്ടയം പള്ളിക്കത്തോട് ജില്ലയിലാണ് താമസിക്കുന്നത്. ഞാൻ ആൽഫ ബാൻഡ് സെറ്റിൽ 3 മാസമായി ഡോല് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് പ്രിൻസ്. ഞാൻ കോട്ടയം പള്ളിക്കത്തോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനും ആൽഫ ബാൻഡ് സെറ്റിൽ ഡ്രം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും ആൽഫ ബാൻഡ് സെറ്റിൽ 3 മാസമായി ഡ്രം വായന പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ താമസിക്കുന്നത് താനം എന്ന പ്രദേശത്താണ്. എൻ്റെ പേര് ലിബിൻ. ഞാൻ താമസിക്കുന്ന കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് എന്ന സ്ഥലത്താണ്. ഞാൻ 3 മാസമായിട്ട് ആൽഫ ബാൻഡ് സെറ്റിൽ ട്രംപറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് ജോജി ജോൺ. ഞാൻ കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ആൽഫ ബാൻഡ് സെറ്റിൽ 3 മാസമായി ട്രംപറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് പ്രവീൺ. ഞാൻ കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പഞ്ചായത്തിൽ താമസിക്കുന്നതാണ്. ഞാൻ ആൽഫ പള്ളിക്കത്തോട് ബാൻഡിനൊപ്പം 3 മാസമായിട്ട് ട്രംപറ്റ് പ്രാക്ടീസ് ചെയ്യുന്നു. ഇത് നമ്മുടെ ഒരു സഹോദരനാണ്. നമ്മുടെ ആൽഫയോടൊപ്പം 3 മാസമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ആള് ചെറുതാണെങ്കിലും 9ാം ക്ലാസ് വരെ ഇപ്പം നിലവിൽ പഠിക്കുന്നു. 8ാം ക്ലാസ് പഠിക്കുന്നു. പക്ഷേ ആളൊരു വൈറൽ വീഡിയോ ചെയ്ത് കാണും, എല്ലാവരും കണ്ടു കാണുമായിരിക്കും. അപ്പം ഞങ്ങളെയും ഞങ്ങളുടെ ഗ്രൂപ്പിനെയും നമ്മുടെ സഹോദരനെയും കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പായ ആൽഫ ബാൻഡിന് എല്ലാവിധ ആശംസകളും നിങ്ങളായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം.
പുതിയ പുതിയ ബാൻഡ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. Alpha Band Music presents